മോക്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നെറ്റ്വർക്ക് ഡിവൈസുകളെ കുറിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെടുത്ത് നെറ്റ്വർക്ക് കേബിളിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു. ഏതൊക്കെ ടൈപ്സ് കേബിളുണ്ട്, കേബിൾ എങ്ങനെ ചെയ്യുക, എങ്ങനെ ക്രംപ് ചെയ്യുക, എങ്ങനെയാണ് കണക്ട് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് വീഡിയോസിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ നമ്മൾ വീഡിയോസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നെറ്റ്വർക്ക് ഡിവൈസുകളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് നെറ്റ്വർക്ക് ഡിവൈസുകൾ നമ്മുടെ സിസ്റ്റങ്ങളിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് ഡിവൈസ് നമ്മുടെ സിസ്റ്റങ്ങളിൽ യൂസ് ചെയ്യുന്നത്? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. ഒന്നിലധികം സിസ്റ്റങ്ങൾ തമ്മിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ 2 സിസ്റ്റം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഡിവൈസിൻ്റെ ആവശ്യമില്ല. ഒരു 3 സിസ്റ്റം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നെറ്റ്വർക്കിൻ്റെ ഡിവൈസിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിൽ കൂടുതൽ സിസ്റ്റങ്ങൾ വരികയാണെങ്കിൽ 4, 5, 10, 200, 300, 400 സിസ്റ്റങ്ങളൊക്കെ നമുക്ക് നെറ്റ്വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നെറ്റ്വർക്ക് ഡിവൈസുകൾ എന്ന് പറയുന്നത്. സോ ഈ നെറ്റ്വർക്ക് ഡിവൈസുകൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് പ്രോപ്പറായിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് കിട്ടുള്ളൂ, പ്രോപ്പറായിട്ടുള്ളൊരു ഡാറ്റ ട്രാൻസാക്ഷൻ നമുക്ക് നടത്താൻ കഴിയുള്ളൂ. ഈ നെറ്റ്വർക്ക് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു 10 സിസ്റ്റം നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 10 സിസ്റ്റത്തിൻ്റെയും കണക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു കണക്ടിവിറ്റി ഇഷ്യൂസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കണക്ഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. സോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 ഡിവൈസുകളാണ് ഹബ്ബ് ആൻഡ് സ്വിച്ച്. കേട്ടിട്ടുണ്ടോ ഹബ്ബ് എന്ന് പറയുന്നത്? പഴയ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടിരിക്കുന്ന ഒരു ഡിവൈസായിരുന്നു ഹബ്ബ് എന്ന് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് പുതിയൊരു ടെക്നോളജിയിലേക്ക് വന്ന സമയത്ത്, അതായത് ടോപ്പോളജി എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ടല്ലോ. ടോപ്പോളജികൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അതായത് നമ്മൾ സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി, ഹൈബ്രിഡ് ടോപ്പോളജി, ട്രീ ടോപ്പോളജി, ബസ് ടോപ്പോളജി, ഇങ്ങനെ ടോപ്പോളജികളുണ്ട്. അതായത് ഒരു നെറ്റ്വർക്ക് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്ക് എങ്ങനെയാണ് ഒരു 10 സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ടിവിറ്റി ചെയ്യേണ്ടത് എന്നുള്ളതാണ് ടോപ്പോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വയേർഡ് ആൻഡ് വയർലെസ് ടെക്നോളജി, അല്ലെങ്കിൽ വയേർഡ് ആൻഡ് വയർലെസ് ടോപ്പോളജി. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പോളജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബസ് ടോപ്പോളജി ആണെങ്കിലോ റിംഗ് ടോപ്പോളജി ആണെങ്കിലോ ഒന്നും നമുക്ക് ഡിവൈസുകൾ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ബസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യുന്ന കേബിളുകൾ, കോയാക്സിൽ കേബിൾ, അല്ലെങ്കിൽ PNC കണക്ടറുകൾ, സിസ്റ്റംസ്, ഇങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിംഗ് ടോപ്പോളജിയിലേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് അവിടെ ഒരു ടോക്കൺ റിംഗ് പാസിംഗ് എന്നൊരു മെത്തേഡ് ടെക്നോളജി യൂസ് ചെയ്തു എന്നല്ലാതെ അതിനകത്തൊന്നും നെറ്റ്വർക്ക് ഡിവൈസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. സോ നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമുക്കൊരു ഡിവൈസ്, ഒരു സെൻട്രലൈസ്ഡ് ഡിവൈസ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 2 ടോപ്പോളജിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബസ് ആണെങ്കിലും റിംഗ് എന്ന് പറയുന്ന ടോപ്പോളജി ആണെങ്കിലും അവരെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് സിസ്റ്റം കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ എൻ്റയർ നെറ്റ്വർക്കിന് തന്നെ നമുക്കത് ബാധിക്കുന്ന കേസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഒരൊറ്റ സിംഗിൾ കേബിളിൽ തന്നെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആ കേബിൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പോകുന്ന എല്ലാ സിസ്റ്റങ്ങളെയും അത് ബാധിക്കും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രോബ്ലം. ആ ഒരു പ്രശ്നം ഒഴിവാക്കുന്നത് ശരിക്കും നെറ്റ്വർക്ക് ഡിവൈസ് എന്നറിയപ്പെടുന്ന ഹബ്ബ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് വന്നതോടു കൂടിയാണ്. ഹബിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫിസിക്കൽ ലെയർ ടെക്നോളജി, അല്ലെങ്കിൽ ഫിസിക്കൽ ലെയർ OSI ലെയേഴ്സിനകത്ത് ഫിസിക്കൽ ലെയറിലാണ് ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസ് വരുന്നത്. നമുക്ക് ഹബ്ബ് എന്ന് പറയുന്ന ഈ ഡിവൈസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്വിച്ചിനെ പോലെ തന്നെയാണ്. നമുക്ക് ഒരു നെറ്റ്വർക്ക് സ്വിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു സ്വിച്ചിനെ പോലെ തന്നെയാണ് അതിൻ്റെ പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു നെറ്റ്വർക്ക് സ്വിച്ചാണ്. സോ നെറ്റ്വർക്ക് സ്വിച്ചാണ്. D-Link എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നെറ്റ്വർക്ക് സ്വിച്ചാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സോ ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസും തന്നെയാണ്. ഇതിൻ്റെ പോർട്ടുകൾക്കൊന്നും യാതൊരു വ്യത്യാസമല്ല. പക്ഷേ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയിലാണ് മാറ്റം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഹബ്ബ് എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ആണ് ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസ് നടക്കുന്നത്. ശരിക്കും എന്താണ് ബ്രോഡ്കാസ്റ്റ്? വെരി സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും.
ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ സിസ്റ്റം 1 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് എൻ്റർ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസുകൾക്കും ഡാറ്റ സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ബ്രോഡ്കാസ്റ്റ്. അതായത് 1 to all എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻസാണ് എന്ത് ചെയ്യുന്നത് ബ്രോഡ്കാസ്റ്റിൽ നടക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഹബ്ബ് നടക്കുന്നത്. അതൊരു ഡാറ്റ സെൻഡ് ചെയ്തിട്ട് ആ ഡാറ്റ അവിടെ എത്തിയ ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ റിസീവർ തിരിച്ച് എന്ത് ചെയ്യുള്ളൂ സെൻറ്ററിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസിൽ യൂസ് ചെയ്യുന്നത്. പഴയ കാലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരുന്നു ഹബ്ബ്. പക്ഷേ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈസാണ് എന്ത് നെറ്റ്വർക്കിൻ്റെ സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ്. ഓക്കെ, സോ സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഇത് ഏറ്റവും ലോ റേഞ്ചിൽ വരുന്ന അല്ലെങ്കിൽ ഒരു 16 പോർട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്ക് സ്വിച്ചുകൾ അവൈലബിൾ ആണ്. 8 പോർട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 5 പോർട്ട് സ്വിച്ചസ് അവൈലബിൾ ആണ്. സോ ഇതാണ് നെറ്റ്വർക്ക് സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ്. ഇതിനകത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്ടിവിറ്റി ഡിവൈസസ് ആണ്. ഇതിനകത്ത് ഏറ്റവും ബാക്ക് സൈഡിലുണ്ടാവും ഇതിന് അഡീഷണൽ ആയിട്ടൊരു പവർ കണക്ടർ, ഇതിലേക്ക് പവർ കൊടുക്കാൻ വേണ്ടി അഡാപ്റ്റർ ത്രൂ ഒരു പവർ 5 വോൾട്ടേജസിൻ്റെ ഒരു പവർ സപ്ലൈ ഉണ്ടാവും. ദെൻ നെറ്റ്വർക്ക് പോർട്ടുകളാണ് ഈ കാണുന്നത് കംപ്ലീറ്റ്ലി. സോ അതാണ് നെറ്റ്വർക്ക് സ്വിച്ചസിൻ്റെ ബാക്ക് സൈഡ്. ഇനി ഇതിൻ്റെ നേരെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ LEDsകൾ മാത്രമേ കാണപ്പെടുകയുള്ളൂ, വേറെ ഒന്നുമില്ല. LED നെറ്റ്വർക്ക് സംബന്ധിച്ചിടത്തോളം ഓരോ ഇൻഡിക്കേഷനാണ്. അതായത് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സുകൾ ഉണ്ടോ, നെറ്റ്വർക്ക് ഡിവൈസ് വർക്കിംഗ് ആണോ അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അറിയാൻ പറ്റുന്ന ഓരോ LEDകൾ ഇതിനകത്ത് കാണപ്പെടുന്നുണ്ടാവും. സോ അതാണ് ഇതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ദെൻ അതിനകത്തൊരു ലാബൽ ഉണ്ടായിരിക്കും. പ്രോപ്പറായിട്ട് നമ്മൾ നോക്കിയത് ബ്രാൻഡഡ് കമ്പനിയുടെ ലാബിലാണ് ഒട്ടിച്ചിട്ടുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഇതിനകത്തൊരു അഡ്രസ്സിങ്, ഒരു സീരിയൽ നമ്പർ, അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മോഡൽ നമ്പർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവുക. വേറെ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അത് നെറ്റ്വർക്ക് സ്വിച്ചാണ്, ഹബ്ബല്ല സ്വിച്ച്. ഓക്കെ, സോ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി, അല്ലെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയറാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡാറ്റ ലിങ്ക് ലെയറിൽ തന്നെ നമുക്ക് ഈ സ്വിച്ചിൻ്റെ വേറൊരു പ്രത്യേകത യൂണികാസ്റ്റ്, അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ്, മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ആണ് സ്വിച്ചിനകത്ത് വരുന്നത്. സോ എന്താണ് യൂണികാസ്റ്റ്? 1 to 1 കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ യൂണികാസ്റ്റ് എന്ന് പറയും. മൾട്ടികാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ മൾട്ടികാസ്റ്റ് എന്ന് പറയും. ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 to all കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയും. സോ സ്വിച്ചിൽ നമുക്ക് ഏത് ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പോർട്ടിൽ നിന്ന് ഒരു പോർട്ടിലേക്ക് സെൻഡ് കൊടുക്കാം, ഒരു പോർട്ടിൽ നിന്ന് ഈ ഒരു ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാം, ഒരു പോർട്ടിൽ നിന്ന് മറ്റെല്ലാ പോർട്ടിലേക്ക് എന്ത് ചെയ്യാം സെൻഡ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഓക്കെ, സോ അതേപോലെ തന്നെ സ്വിച്ച് നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ് നടക്കുന്നത്. സോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മോഡുകൾ പറയുമ്പോൾ സിംപ്ലക്സ് മോഡ്, ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്, ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് എന്ന് പറയും. സിംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 way കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ റേഡിയോ ഒക്കെ ഒരു സിംപ്ലക്സ് മോഡ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ എക്സാമ്പിളാണ്. സോ ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് കമ്മ്യൂണിക്കേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വാക്കി ടോക്കി ഒക്കെ ഉണ്ടല്ലോ, പോലീസുകാരുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന വാക്കി ടോക്കി, അതൊക്കെ ഒരു ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഒരു ഡാറ്റ കിട്ടിയിട്ട് സെൻറ്റർ റിസീവറിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്നു, റിസീവർ തിരിച്ച് സെൻറ്ററിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ടൈം എടുത്തിട്ടായിരിക്കും. ലൈക്ക് നമുക്കൊരു ബ്രിഡ്ജ് പോലുള്ളൊരു മേൽപ്പാലം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു 1 way കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ഒരു 1 way പാസിങ്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോ ഒരു ബ്രോഡ്കാസ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 to all കമ്മ്യൂണിക്കേഷൻ, അതായത് സിംപ്ലക്സ് മോഡ്, ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്, ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻസ്, നെറ്റ്വർക്കിങ്സ്, ഇതൊക്കെ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ അതൊക്കെ, അതായത് ഈ ഒരു നെറ്റ്വർക്ക് ഡിവൈസിൽ, ഈ സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസിനകത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു ടെക്നോളജി എന്ന് പറയുന്നതാണ് എന്ത്, റിപ്പീറ്റേഴ്സ് ഫങ്ഷനിങ് നടക്കുന്നുണ്ട്. റിപ്പീറ്റർ ഫങ്ഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കുറച്ച് റിപ്പീറ്റർ എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം അല്ലേ. അതായത് ഒരു ജോയിൻറ്റിങ് ഒക്കെ ആയിരിക്കും റിപ്പീറ്റിംഗ് ഫങ്ഷൻസ് വരിക. അതായത് ഇപ്പോൾ ഒരു കേബിൾ കട്ട് ചെയ്തു, ആ കേബിളിൻ്റെ കട്ടായ ഭാഗത്ത് നമ്മൾ റിപ്പീറ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വരുന്ന സിഗ്നലിന് അല്ലെങ്കിൽ ആ വരുന്ന ഡാറ്റേഴ്സിനെ നമ്മൾ റിപ്പീറ്റർ ത്രൂ ഔട്ട് അടുത്ത സിസ്റ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതായത് ഒരു ബൂസ്റ്റിംഗ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, ശരിക്കും നടക്കുന്നുണ്ട്. സോ അതേപോലത്തെ ഒരു ടെക്നോളജി ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റിംഗ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ
ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, സ്വിച്ചിനകത്ത് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു നമ്മൾ ഹബ്ബിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് നെറ്റ്വർക്ക് സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസിനകത്ത് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിന് അപ്പുറം ഈ നെറ്റ്വർക്ക് സ്വിച്ചിനകത്ത് വരുന്ന വേറൊരു ടെക്നോളജിയാണ്. നമുക്കറിയാം, നമുക്കൊരു സിസ്റ്റങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ സിസ്റ്റങ്ങളുടെയും ഒരു അഡ്രസ്സ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് മാക് അഡ്രസ്സ് എന്ന് പറയും. മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ് എന്നാണ് മാക്കിന് ഫുൾ ഫോം. സോ ഈ മാക് അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ട്രൈസേറ്റ് ചെയ്തത്. അതായത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ നെറ്റ്വർക്ക് NIC കാർഡിനകത്തും ഒരു മാക് അഡ്രസ്സ് ഉള്ളത്, ഒരു ഫിസിക്കൽ അഡ്രസ്സ്, നമ്മുടെ IP അഡ്രസ്സിന് പുറമെ യൂസ് ചെയ്ത ഒരു ഫിസിക്കൽ അഡ്രസ്സ്. സോ നമ്മൾ ഒരു പുതിയ സ്വിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്വിച്ചിൻ്റെ PCB ബോർഡ്, പ്രിൻ്റർ സർക്യൂട്ട് ബോർഡ് എന്ന് പറയും, ഇതിനുള്ളൊരു ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ PCB ബോർഡിനകത്ത് ഒരു മാക് അഡ്രസ്സ് ട്രാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടെക്നോളജി കൂടി നെറ്റ്വർക്ക് സ്വിച്ചിനകത്തുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഓരോ നെറ്റ്വർക്ക് നമ്മൾ പ്ലഗ് ചെയ്യുന്ന സമയത്തും ആ നെറ്റ്വർക്കിൻ്റെ സിസ്റ്റത്തിൻ്റെ മാക് അഡ്രസ്സ് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ഇയാൾ എന്ത് ചെയ്യും, സ്റ്റോറേജ് ചെയ്ത് വയ്ക്കും. സോ എന്തിനാണ് ഇതിങ്ങനെ ചെയ്ത് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണക്ടിവിറ്റി ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു സിസ്റ്റം നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് സിസ്റ്റമാണ്, നമ്മൾ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞു, ജസ്റ്റ് കേബിളിങ് കംപ്ലീറ്റ് ചെയ്തു. കേബിളിങ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഒന്ന് പ്ലഗ് ചെയ്യുന്ന സമയത്ത് ഈ നെറ്റ്വർക്ക് ഡിവൈസും അതുപോലെ തന്നെ ഈ സ്വിച്ചും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനകത്ത് വരുന്ന നെറ്റ്വർക്ക് പോർട്ട്, അതായത് NIC പോർട്ട് അല്ലെങ്കിൽ LAN കാർഡ്, ഓക്കെ. അപ്പോൾ ഈ പോർട്ടിനകത്ത് ഉപയോഗിക്കുന്ന മാക് അഡ്രസ്സ് എന്ത് ചെയ്യും, ഇയാൾ സ്റ്റോറേജ് ചെയ്ത് വയ്ക്കും. സോ അതിനെ നമ്മൾ ഒരു ഇൻ്റലിജൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് അത് ജസ്റ്റ് ഇതിനകത്തേക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നതിനുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈമിൽ നമ്മളിത് പ്ലഗ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോറേജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദെൻ സെക്കൻഡ് ടൈം ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റത്തിന് മനസ്സിലാവും, അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് സ്വിച്ചിന് മനസ്സിലാവും, ഇത് സിസ്റ്റം നമ്പർ 10 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് വരുന്ന കേബിളാണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഒരു മാക് അഡ്രസ്സ് എന്ന് പറയുന്ന മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്ക് സ്വിച്ചിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഫാസ്റ്റാണ്. ഒരു നെറ്റ്വർക്ക് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്ക് സ്വിച്ചസിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്. സോ എന്താണ് നിങ്ങൾക്ക് നെറ്റ്വർക്ക് സ്വിച്ച് എന്നുള്ളത് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ വളരെ സിമ്പിളാണ്. നെറ്റ്വർക്ക് ഡിവൈസുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡിവൈസാണ് ഹബ്ബ്, അതുപോലെ തന്നെ സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ്. ഹബ്ബ് എന്ന് പറയുന്നത് വളരെ പഴയകാലത്ത് യൂസ് ചെയ്തിരുന്നൊരു ഡിവൈസായിരുന്നു. സോ നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല, കാരണം ഹബ്ബ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രോബ്ലംസ് ഹബ്ബിനകത്ത് വരുന്നുണ്ട്. ആ ഒരു ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് നെറ്റ്വർക്കിൻ്റെ സ്വിച്ച് എന്ന് പറയുന്ന ഈ ഡിവൈസ്. പല പോർട്ടുകളിലും സ്വിച്ചസ് നമുക്ക് കാണാൻ പറ്റും. 6 പോർട്ടോ 16 പോർട്ടോ അല്ലെങ്കിൽ 64 പോർട്ടോ, അങ്ങനെ ഒരുപാട് പോർട്ടുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്ക് സ്വിച്ചസിന് കാണാൻ പറ്റും. ഒന്നിലധികം സിസ്റ്റങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നെറ്റ്വർക്ക് സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഡിവൈസ് യൂസ് ചെയ്യുക. ഒരു 2, 3, 4 സിസ്റ്റങ്ങൾ കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നെറ്റ്വർക്ക് സ്വിച്ച് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. സോ വളരെ സിമ്പിളാണ് നെറ്റ്വർക്ക് സ്വിച്ച് യൂസ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് എ ഇൻഡിവിജ്വലായിട്ട് ഓരോ സിസ്റ്റങ്ങളിലേക്കും കണക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കണക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ നമ്മൾ ഇവിടെ നെറ്റ്വർക്ക് സ്വിച്ച് ജസ്റ്റ് ഈ റാക്കിനകത്ത് വെക്കുകയാണ്. സോ അതിനകത്ത് ഫസ്റ്റ് വൺ ഇൻഡിക്കേഷൻ, ലൈറ്റ്സ് നോക്കുക, പവർ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി കേബിൾസുകളോട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഒരുപാട് കേബിളുകൾ ഇതിനകത്തുണ്ട്. സോ ആ കേബിൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഓക്കെ. സോ നമ്മളതിനകത്തേക്ക് കേബിൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പോർട്ടിലേക്കും നമ്മൾ കേബിൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കേബിൾ ഇൻസേർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിൻ്റെ ഇൻഡിക്കേഷൻ ലൈറ്റ്സുകളെ കുറിച്ച് നോക്കുക. കണ്ടോ, ഏറ്റവും ഫ്രണ്ടിൽ കുറേ ലൈറ്റ്സുകൾ കാണപ്പെടും. ഓക്കെ. സോ ഇതിനകത്ത് നമ്മൾ പ്ലഗ് ചെയ്തിരിക്കുന്ന സിസ്റ്റങ്ങളുടെ ലൈറ്റ്സാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് വരുന്നുള്ളത്. സിസ്റ്റം ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള ഫുൾ ലൈറ്റ്സുകൾ, ഇപ്പോൾ 16 സിസ്റ്റത്തിൻ്റെ പോർട്ടാണ്, 16 സ്വിച്ചസിൻ്റെ ലൈറ്റ്സുകളും കംപ്ലീറ്റ്ലി എന്തായിരിക്കും, ഓൺ ആയിരിക്കും. ഓക്കെ.